ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? എന്തെല്ലാം ഞാൻ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ എങ്ങനെയാണ് രാവിലെ ചായയോടെയൊക്കെ എല്ലാവരും കഴിഞ്ഞോ? അപ്പം നമ്മളിന്ന് ലൈറ്റ് ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. കാരണം വേറെ ഒന്നല്ല, എന്താ പറയുക, രാവിലെ ചായ കുടിക്കേണ്ട ആൾക്കാർ വീട്ടിലില്ലെങ്കിൽ നമുക്ക് പൊതുവേ പെണ്ണുങ്ങൾക്ക് പടിയാണല്ലോ അല്ലേ. പിന്നെ ഇവിടെ ഉള്ള സുട്ടാപ്പിൾക്കൊന്നും എന്തില്ല, ചായയും കടിയൊന്നും വേണ്ടാനും. ഓർക്ക് എന്തെങ്കിലും ഇങ്ങനെ പെരട്ടി തിന്നാൻ ആവശ്യം. നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ ചുട്ട പത്തിരി ഇന്ന് ഞാൻ കളഞ്ഞതാണ്. കോഴികളുള്ളതുകൊണ്ട് പിന്നെ എന്താ പറയുക, വേസ്റ്റ് ആവില്ല, ഓരങ്ങ് കഴിച്ചോളൂ. അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ അടുപ്പത്താണ്. ഊറ്റാനായി, കരി ഊറ്റാനായി. ഒന്നുകൂടി തിളച്ചാൽ ചോറായി. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ അടുപ്പൊക്കെ ഇഷ്ടമായോ? നല്ലതാ. നമ്മൾ കുഞ്ഞടുപ്പ് ഇപ്പുറത്തുണ്ട്, നല്ല തീയുണ്ടല്ലേ അപ്പുറത്തേക്കൊക്കെ പോണേ. അപ്പോൾ നമ്മൾ മണ്ണോണ്ട് ഉണ്ടാക്കി അടുപ്പാട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ ഇന്ന് സ്പെഷ്യൽ എന്താ ഉച്ചക്കേക്ക്? അപ്പോൾ ഞാനിങ്ങനെ ആലോചനയിലാണ്. അപ്പോൾ ഇന്നൊരു എൻ്റെ ഫ്രണ്ട്, നമ്മളെ അടുത്തുള്ള വീട്ടിലുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓക്കൊരു കൊത്തഞ്ചക്ക കിട്ടി. കൊത്തഞ്ചക്ക വെച്ചാൽ കുഞ്ഞു ചക്ക, നമ്മളങ്ങനെ പറയുക കൊത്തഞ്ചക്ക. അപ്പോൾ നിങ്ങളെന്താ പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കിട്ടിയോണ്ട് തോരൻ അത് വെക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ കറി ഇങ്ങനെ ആലോചനയിലാണ്, എന്താ ഇപ്പോൾ കറി വെക്കാമെന്ന്. ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പം ആളിവിടെ ഇല്ല, പുറത്ത് പോയാണ്, രാവിലെ പോയതുകൊണ്ട് കറി വെക്കാനൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ നമ്മളെ പീക്രേസൊക്കെ അതിലിങ്ങനെ ഓട്ടിപ്പാഞ്ഞിങ്ങനെ കളിക്കാട്ടോ. പോരൊന്നും ആ കളിച്ചോ, അവിടെ പോയി കളിച്ചോ. അവനെ കാട്ടരുതേ. ആ ഓക്കെ, വേഗം പോട്, പോയി കളിച്ചോ. അപ്പോൾ കുട്ടികൾ ക്യാമറയെ കൊടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതാ ഞാനിന്ന് കിട്ടിയ ഉണ്ടല്ലേ, ഈ ഒരു പരുവാക്കി വെച്ചിരിക്കുന്നു. ചക്ക അരിഞ്ഞിങ്ങാൻ കാണുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? കണ്ടോ? അപ്പോൾ ഇത് നല്ല ചുമന്ന മുളകും ചെറിയുള്ളിയൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിങ്ങാൻ വറവിട്ടിട്ട്, സത്യം പറഞ്ഞാൽ എനിക്കിത് മാത്രം മതി. പിന്നെ ഒരു കഷ്ണം ഉണക്കമീനൊക്കെ കിട്ടിയാൽ സൂപ്പറായി. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കഴിച്ചിട്ടാണ് ശീലം. പിന്നെ എന്താ പറയുക, അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈ കൊഴിഞ്ഞു പോകും. പിന്നെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ വെളിച്ച ലേശം കുറവാണ്. പണിയൊന്നും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതാ ചോറ് ഇറക്കാനായി. ഇപ്രാവശ്യം നല്ല റേഷനരി കേട്ടോ കിട്ടിയേ, നല്ല റേഷനരി. പിന്നെ എന്താ പറയുക, കുറച്ച് അത്യാവശ്യം നല്ല വേവുണ്ട് റേഷനരിക്ക്. അപ്പോൾ നല്ല ചോറാണ്. റേഷനരി ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല, നമുക്കത് കഴിച്ചിങ്ങനെ ശീലം. മറ്റേതാണെങ്കിൽ എനിക്കട്ട് അങ്ങനെ ഇഷ്ടവുമില്ല. പിന്നെ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയട്ടോ. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ പോരട്ടെ. എന്താ പറയുക, കൈ കൊഴിഞ്ഞു പോകും അങ്ങനെ പിടിക്കുമ്പോൾ. എവിടെയെങ്കിലും ഒന്ന് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ക്ലിയറും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലിങ്ങനെ മീൻ വണ്ടിയൊന്നും വരില്ല. മീൻ വണ്ടിയൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് റോഡുമ്പോൾ ഇങ്ങോട്ട് കയറിയതായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മീൻ വണ്ടീൻ്റെ ഹോണൊന്നും കേൾക്കില്ല. ഇനിയിപ്പോൾ അഥവാ കേട്ടാൽ തന്നെ നമ്മളവിടെ എത്തുമ്പോൾക്ക് ഓരങ്ങ് പോയി ഉണ്ടാവും. മീൻ വാങ്ങാനൊക്കെ നമുക്ക് റോഡിൽ തന്നെ അങ്ങാടി തന്നെ പോകണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലേന്ന് വാങ്ങി കൊണ്ടു വെക്കണം. അപ്പോൾ ഇല്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാവാ, വണ്ടി വന്നിട്ടുണ്ട്, മുറ്റത്തേ പോകരുതേ. അടുത്ത വീട്ടിലൊരു ആരോ വന്നിട്ടുണ്ട്. പിന്നെന്താ, എല്ലാവരെയും വിശേഷങ്ങളൊക്കെ പറയട്ടോ. നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വരിക. കാരണം നമുക്ക് എന്താ പറയുക, അല്ലേ, എന്താ ഓരോരുത്തരോന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ വീഡിയോ. പക്ഷേ അതൊന്നും എന്താ പറയുക, നമുക്ക് അറിയും പോലല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്തായാലും ചെയ്യണം. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക്, ആരോ വന്നുണ്ട്.
കോഴിയാണെങ്കിൽ ഒരു സ്വൈര്യം തരൂല. എന്തുവാടി? ഈ ഒരു മുട്ടയിട്ടതിനാണ് ഇപ്പോൾ അത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കി ഞാൻ എല്ലാവരും അറിയിക്കുന്നത്. ഞാൻ മുട്ടട്ടിക്ക് നാ വാ. എന്താണ്? ആരാ വന്നേ? അമ്മമ്മേ? ആ, അമ്മമ്മ മ്യാവിനെ കൊണ്ടുപോയതാന്ന് തോന്നുന്നുണ്ടല്ലേ വാവുമായിട്ട്. നമ്മളെ എൻ്റെ തറവാട്ടിലൊരു ചെറിയൊരു പൂച്ചുണ്ട്. ചെറിയ പൂച്ച വെച്ചാൽ മറ്റേ വളർത്തുന്ന പൂച്ചല്ലേ അത്. അപ്പം അത് അയച്ചിട്ടപ്പോൾ എവിടെയോ തെണ്ടിപ്പോയി വന്നിട്ട് ഓ ഓ ആ എന്ത് മിച്ചറോ? മിച്ചർ ഇപ്പം നീ തിന്ന് എന്തോരം തിന്ന്. അപ്പം ഓളെവിടെയോ ഒക്കെ പോയി ഞാൻ വേറെ പൂച്ചോളുമായിട്ട് അടി കൂടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പം എന്നിട്ട് അത് ചെറുങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുവന്നോ. ഇതുങ്ങൾ അയച്ചിട്ടാലും പ്രശ്നമാണ്, അയച്ചിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. എന്താ ചെയ്യുക? അയച്ചിട്ടാൽ അവർ തെണ്ടിപ്പോവും. പിന്നെ വേറെ പൂച്ചകളോ വയ്യ പൊയ്ക്കാളും. അയച്ചിട്ടില്ലെങ്കിലോ അങ്ങനെ വീട്ടിൽ പൂച്ചനെ അയച്ചിടാണ്ട് വളർത്താൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളും എങ്ങനെയാണെങ്കിലും എന്താ പറയുക പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള സമയമല്ല. അപ്പം എന്താ പറയുക, നമ്മൾ ചക്കപ്പേരി തോരൻ വെക്കട്ടെ. കറി ഇപ്പം എന്താ വെക്കാമെന്ന് തന്നെ ആലോചനയിലാണ്. ചിലപ്പോൾ പച്ചക്കറി എന്തെങ്കിലും വെക്കേണ്ടി വരും. പിന്നെ ഉണക്കലുണ്ട്. അപ്പം എല്ലാം കൂടിയും ശരിയാക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരെ. ബൈ ബൈ.